അഭിഷേകം ചെയ്യണമേ. പാവനാത്മാവേ എന്നിൽ നിറയണമേ. പാവനാരൂപിയേ എന്നിൽ പടരണമേ. ഈശോയിൽ എനിക്ക് ഏറ്റവും സ്നേഹമുള്ള ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന നാനാജാതി മതസ്ഥരായിട്ടുള്ള തീർത്ഥാടകരെ, ഒരുപാട് സന്തോഷത്തോടും അതിലേറെ ആനന്ദത്തോടു കൂടെയാണ് ഈ നല്ല ദിവസം ഈ വചനപ്രഘോഷണത്തിനായിട്ട് ഈ വേദിയിൽ ഞാൻ സന്നിഹിതനായിരിക്കുന്നത്. നമ്മളെക്കുറിച്ച് എപ്പോഴും പ്രൊട്ടസ്റ്റൻ്റ് സഭാവിഭാഗങ്ങൾക്കൊക്കെ പറയാനുള്ള ഒരു പരാതി, പരിശുദ്ധ അമ്മയോട് ഒരുപാട് വികാരപരമായിട്ടുള്ള ബന്ധം പുലർത്തുന്ന ഒരു സഭാവിഭാഗമാണ് നമ്മൾ. ഞാൻ അതേക്കുറിച്ച് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയട്ടെ. അമ്മയെക്കുറിച്ച് ആർക്കാണ് വികാരം കൊള്ളാതെ ഓർക്കാൻ കഴിയുക? അമ്മ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ വാക്കുകൾക്കൊക്കെ അതീതമായിട്ടുള്ള ഒരു വികാരമാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് ഇവിടെ പ്രകടിതമാകുന്നത് അമ്മയോടുള്ള വികാരവായ്പാണ്. നിങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗീതകമുണ്ട്. നിത്യമാം പ്രകാശമേ നയിക്കുക എന്നെ നീ, ലീഡ് കൈൻഡ്ലി യുവർ ലൈറ്റ് എന്ന ആംഗലേയ കാവ്യതല്ലജത്തിൻ്റെ മലയാള പരിഭാഷയാണ് ഈ മലയാള കീർത്തനം. ഈ കാവ്യതല്ലജത്തിൻ്റെ ഉടമസ്ഥൻ കാർഡിനൽ ജോൺ ന്യൂമാനാണ്. അദ്ദേഹം കത്തോലിക്ക സഭയിൽ ചേർന്നിട്ട് 100 കൊല്ലമായി. അദ്ദേഹം ആംഗ്ലിക്കൻ സഭയിലെ പരമോന്നതനായിട്ടുള്ള ഒരു മെത്രാപ്പൊലിത്തയായിരുന്നു. അദ്ദേഹം ആംഗ്ലിക്കൻ സഭ വിട്ട് കത്തോലിക്ക സഭയിലേക്ക് കാലുമാറിയത് ഒരുപാട് വിവാദങ്ങൾക്ക് കാരണമായിട്ടുള്ള ഒരു സംഭവമാണ്. അദ്ദേഹം കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെട്ടു എന്നുള്ള വാർത്ത കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ തടിച്ചുകൂടിയ പത്രക്കാരോട് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: നോക്കൂ, ഇന്ന് എൻ്റെ മനസ്സ് ഒരുപാട് അസ്വസ്ഥമാണ്. നിങ്ങളോട് ദീർഘമായിട്ടൊന്നും സംസാരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. പക്ഷെ നിങ്ങളിന്ന് എന്നെ കാണാൻ ഒന്നിച്ച് വന്നിരിക്കുന്നത് ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എന്തുകൊണ്ട് ആംഗ്ലിക്കൻ സഭ വിട്ട് കത്തോലിക്ക സഭയിൽ ചേർന്നുവെന്ന് ഒറ്റ വാക്കിൽ ഞാൻ ഉത്തരം പറയട്ടെ. ദീർഘമായിട്ടുള്ള മറുപടി ഞാൻ പിന്നീട് നൽകിയേക്കാം. നാളത്തെ പത്രങ്ങളിൽ നിങ്ങൾക്ക് എഴുതാൻ ഞാൻ എൻ്റെ വികാരം പ്രകടിപ്പിക്കാം. I have decided to come back from a motherless church to a motherly church. ഒറ്റ വാക്കിൽ എൻ്റെ ഉത്തരവ് ഇതാണ്: അമ്മയില്ലാത്ത ഒരു കുടുംബത്തിൽ നിന്ന് അമ്മയുടെ മാതൃനിർവിശേഷമായിട്ടുള്ള വാത്സല്യമുള്ള ഒരു കുടുംബത്തിലേക്ക് തിരിച്ചു പോകാൻ ഞാൻ തീരുമാനിച്ചുവെന്ന് നിങ്ങൾ നാളത്തെ പത്രങ്ങളിൽ എഴുതണം. കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ സമ്പത്ത് പരിശുദ്ധ അമ്മയും പരിശുദ്ധ കുർബാനയുമാണ്. ജോൺ ന്യൂമാൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്, പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവം സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള വലിയ കാഹളമുഴക്കമായിരുന്നു. മാർട്ടിൻ ലൂതർ സഭയിൽ ഒരുപാട് അനീതികളെയും ജീർണതകളെയും എതിർത്തുകൊണ്ടാണ് ഐ പ്രൊട്ടസ്റ്റ്, ഞാൻ എതിർക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് സഭയിൽ നവീകരണം ആരംഭിച്ചത്. അദ്ദേഹം പറയുകയാണ്, പക്ഷേ പ്രൊട്ടസ്റ്റൻ്റ് സഭയ്ക്ക് പറ്റിയ വലിയ അപകടം ഇതാണ്: ചരിത്രത്തിലെ രണ്ടായിട്ട് പിളർന്ന സാർവത്രിക സഭ, പ്രൊട്ടസ്റ്റൻ്റ് സഭയും കത്തോലിക്ക സഭയും. കത്തോലിക്ക സഭയ്ക്ക് ഒരുപാട് കുരുത്തക്കേടുകൾ പിന്നെയും ഉണ്ട്, ഒരുപാട് പരിമിതികളുണ്ട്, ഒരുപാട് പരാജയങ്ങളുണ്ട്. പക്ഷെ കത്തോലിക്ക സഭ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പിടിച്ചു നിന്നത്
പ്രൊട്ടസ്റ്റന്റ് സഭയ്ക്ക് പറ്റിയ ഒരു മണ്ടത്തരം കൊണ്ടാ. കാലഘട്ടത്തിൻ്റെ കുത്തിയൊഴുക്കിലെ പ്രൊട്ടസ്റ്റന്റ് സഭ അതിൻ്റെ പൈതൃകങ്ങളിൽ നിന്ന് അമൂല്യങ്ങളായിട്ടുള്ള 2 സമ്പത്തുകൾ എടുത്ത് കടലിലൊഴുക്കി. അവരെ എടുത്ത് കടലിലൊഴുക്കിയ ഒന്നാമത്തെ പൈതൃകം പരിശുദ്ധ കുർബാനയിലെ സത്യമായും സജീവമായും കർത്താവ് സന്നിഹിതനാണെന്നുള്ള സഭയുടെ അടിയുറച്ച വിശ്വാസമാണ്. 2, പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന എല്ലാ ആൾത്താരകളുടെ താഴെയും പരിശുദ്ധ കുർബാനയ്ക്ക് മധ്യസ്ഥയായി കാൽവരിയുടെ കുരിശിൻ്റെ താഴെ നിന്ന് അമ്മ മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ പരിമിതികൾക്കൊക്കെ അപ്പുറത്ത്, കത്തോലിക്ക സഭയുടെ കുറവുകൾക്കൊക്കെ അപ്പുറത്ത് കത്തോലിക്ക സഭ ഇന്ന് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലേ ഈ 2 വലിയ യാഥാർത്ഥ്യങ്ങളാണ്. അർപ്പിക്കപ്പെടുന്ന അൾത്താരകളിലെ കർത്താവ് സത്യമായും സജീവമായും സന്നിഹിതനാണ്. കർത്താവ് സന്നിഹിതനാകുന്ന എല്ലാ അൾത്താരകളിലും കുരിശിൻ്റെ താഴെ നിന്ന കാൽവരിയിലെ അമ്മ സന്നിഹിതയാണ്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയോടുള്ള മാധ്യസ്ഥ ഭക്തിയും ഇത് 2ഉം ഇടകലർന്ന ഒരു തീർത്ഥാടനമാണ് കത്തോലിക്കരെ ഈ ലോകത്തിൽ നടത്തുന്നത്. പരിശുദ്ധ കുർബാനയിൽ നിന്നോ പരിശുദ്ധ അമ്മയിൽ നിന്നോ വേറിട്ടുകൊണ്ടുള്ള ഒരു വിശ്വാസ തീർത്ഥാടനത്തിന് കത്തോലിക്ക സഭയിൽ സാധ്യമല്ല. ജോൺ 23-ാമൻ മാർപ്പാപ്പ, നിങ്ങൾക്കറിയാം, ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പത്രോസിൻ്റെ പിൻഗാമിയായിട്ട് കരുതപ്പെടുന്ന പരിശുദ്ധ പിതാവാണ്. 12-ാം പീയൂസ് മാർപ്പാപ്പ മരിച്ചിട്ട് ആർക്കും ഭൂരിപക്ഷം കിട്ടാത്തൊരവസരത്തിൽ, ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ജോൺ 23-ാമൻ മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹം തൻ്റെ ആത്മകഥയിലെ ദ ജേർണൽ ഓഫ് എ സോൾ വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. അദ്ദേഹം മാർപ്പാപ്പയായപ്പോൾ എല്ലാവർക്കും അത്ഭുതമാണ്. പത്രക്കാരുടെ കയ്യിലെ അദ്ദേഹത്തിൻ്റെ പടമില്ലായിരുന്നു. മാർപ്പാപ്പയാകാൻ സാധ്യതയുള്ള ആളുകളുടെ പടങ്ങളൊക്കെ അവർ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പടം പോലും അവർ കരുതാത്ത സമയത്താണ് ഇദ്ദേഹത്തെ മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. പരിശുദ്ധ പിതാവ് മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് ഉടനെ തന്നെ 2-ാം വത്തിക്കാൻ സുഗനദോസ് വിളിച്ചുകൂട്ടാൻ തീരുമാനിച്ചു. പൗലോസ്ലീഹായുടെ തിരുനാൾ ദിനം ജൂൺ 29-ാം തീയതി പരിശുദ്ധ പിതാവ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു, സഭയിലെ നവീകരണം ആവശ്യമാണ്. സഭയ്ക്ക് ഒരുപാട് ശ്വാസം മുട്ടലുണ്ട്. അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ, ജീർണിച്ച അന്തരീക്ഷവായും, നമുക്ക് വാതിലുകൾ തുറന്നിടാം, നമുക്ക് വത്തിക്കാൻ കൗൺസിൽ വിളിക്കാം. കർദിനാൾമാർ മാറി നിന്നുകൊണ്ട് അടക്കം പറഞ്ഞു, ഈ പ്രായം ചെന്ന മാർപ്പാപ്പയ്ക്ക് കണക്ക് തെറ്റി. ഇദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് കൗൺസിൽ വിളിച്ചു കൂട്ടാനൊന്നുമല്ല, തൽക്കാലം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാനാ. ഒരുപാട് പ്രായാധിക്യമുള്ള മാർപ്പാപ്പയാ. അദ്ദേഹം പറയുന്നുണ്ട്, പല കർദിനാൾമാർക്കും എന്നെക്കുറിച്ച് ഒരു ആകാംക്ഷയുണ്ടായിരുന്നു, ഞാൻ ഈ സഭയുടെ ഭരണം എങ്ങനെയാണ് നടത്തിക്കൊണ്ടുപോകുക, എനിക്ക് പ്രായമായി, ഞാൻ വൃദ്ധനാണ്, ഞാനിതെങ്ങനെയാണ് നടത്തിക്കൊണ്ടുപോകുക. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് അതിനൊരു മറുപടിയുണ്ട്. ഞാൻ അച്ഛനാകാൻ തീരുമാനിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സോത്തോയിൽ മോന്തെ എന്ന് പറയുന്നൊരു കുഗ്രാമ, ഇന്ന് പോലും അവിടേക്ക് വാഹനങ്ങളില്ലാത്തൊരു സ്ഥലമാണ്, ഒരു കർഷക കുഗ്രാമ. അവിടെ നിന്നുള്ള ഒരാൾ അദ്ദേഹം. അപ്പനും അമ്മയും നിരക്ഷര കുട്ടികളാ. അവർക്ക് കാർഷിക വേലയാണ്. അപ്പൻ പാടത്തും പറമ്പിലും പൂട്ടാനും തടക്കുന്ന്, അമ്മ കൊയ്യാൻ പോകുന്നു. ഒരു കർഷക കുടുംബത്തിൽ നിന്നാണ് മാർപ്പാപ്പ വരുന്നത്. മോൻ അച്ഛനാകാൻ പോണെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് വന്നപ്പോൾ അമ്മ വാത്സല്യപൂർവ്വം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, എടാ നീ കുരുത്തമില്ലാത്തവനാ, നിനക്ക് ഒരുപാട് കുസൃതിയുണ്ട്, നീ അച്ഛനാകാൻ പോയിട്ട് സെമിനാരിയിൽ നിൽക്കോ, എനിക്ക് ഭയപ്പാടുണ്ട്. ഞാൻ മോനെ ഒരു കാര്യം നിന്നോട് പറയട്ടെ, അമ്മ നിങ്ങളെ വളർത്തിയത് കൊന്ത ചൊല്ലിയിട്ടാ. അപ്പനും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ട് പണിയെടുത്തവരാ.
പക്ഷേ അപ്പനും അമ്മയെയും തമ്പുരാൻ നടത്തിയത് ഈ കൊന്തയുടെ ഈ ചരടിലാണ്. അമ്മ ചൊല്ലി പഴകി ദ്രവിച്ച കൊന്ത മാർപ്പാപ്പയുടെ വലത് കൈ തുറന്നിട്ട് ഉള്ളം കയ്യിൽ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു, ഞാൻ നിനക്കൊരു വാക്ക് തരുന്നു മോനെ, ഈ കൊന്ത നീ ചൊല്ലിയാലേ സ്വർഗത്തിൽ നിന്റെ അമ്മ നിന്നെ കാത്തുകൊള്ളും. മാർപ്പാപ്പ അച്ഛനാകാനായിട്ട് പഠിപ്പൊക്കെ കഴിഞ്ഞ് 10 കൊല്ലം പൂർത്തിയായിട്ട് പട്ടം കിട്ടുമ്പോൾ അമ്മയെ കാണാൻ വീട്ടിൽ വന്നു. അമ്മ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ പഠിച്ച് പണിക്കരായി, എന്തൊക്കെ കാര്യങ്ങളാണ് നീ പഠിച്ച? തത്വശാസ്ത്രം പഠിച്ചു, ദൈവശാസ്ത്രം പഠിച്ചു, നിനക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. പക്ഷെ അമ്മയ്ക്കൊന്നും അറിയാൻ പാടില്ല മോനെ. അമ്മയ്ക്ക് പഴയ കൊന്ത നമസ്കാരം മാത്രമേ കിട്ടുള്ളൂ. മോനോട് അമ്മ ഒരു കാര്യം പറയട്ടെ, അമ്മ തന്ന കൊന്ത നീ സൂക്ഷിക്കുന്നുണ്ടോ? മോൻ ആ പഴകി ദ്രവിച്ച കൊന്ത കാണിച്ചിട്ട് പറഞ്ഞു, അമ്മേ, അമ്മയുടെ വാക്ക് ഞാൻ ഒരിക്കലും തെറ്റിച്ചിട്ടില്ല, ഈ കൊന്ത ഞാൻ ചെല്ലുന്നു. അച്ഛനായി അധികം താമസിക്കുന്നതിന് മുൻപ് കൊച്ചച്ഛൻ മെത്രാനാകാൻ നിയുക്തനായി. മെത്രാനാകുന്ന വാർത്ത അറിയാൻ ഇടയായപ്പോൾ അമ്മയെ കണ്ട് രഹസ്യമായിട്ട് ഇക്കാര്യം പറയാൻ മകൻ വീട്ടിൽ ചെന്നു. അമ്മ പറഞ്ഞു, എടാ നീ അച്ഛനായി ഇപ്പൊ മേൽപ്പട്ടക്കാരനാകാൻ പോകുക, നീ അച്ഛന്മാർക്ക് വെളിച്ചവും വിളക്കുമാകാൻ പോകുക. മോനെ, അമ്മ ഒരു കാര്യം പറയട്ടെ, നീ കൊന്ത ചൊല്ലണം. നീ കൊന്ത ചൊല്ലിയാലേ നിന്റെ സ്വർഗത്തിൽ അമ്മ നിന്റെ കാര്യം നടത്തും. ഞാൻ കർദിനാളാകുമ്പോൾ എൻ്റെ അമ്മ മരിച്ചിരുന്നു. എൻ്റെ അമ്മയുടെ കുഴിമാടത്തെ പോയിട്ട് ഞാൻ മുട്ടുകുത്തി കമിഴ്ന്നു വീണ് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അമ്മ തന്ന കൊന്ത എൻ്റെ യാത്രയിലെ എനിക്ക് വഴികാട്ടിയാണ്. മാർപ്പാപ്പ തൻ്റെ പഴകി ദ്രവിച്ച കൊന്ത എടുത്തിട്ട് കർദിനാൾമാരെ കാണിച്ചെന്നാ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ടും എൻ്റെ ആരോഗ്യം കൊണ്ടും എൻ്റെ തൻ്റെ ഇടം കൊണ്ടും സഭ നയിക്കുന്നുവെന്ന് നിങ്ങൾ ധരിക്കരുത്. ഈ കൊന്തയുടെ ശക്തി, അതാണ് എൻ്റെ യാത്രയുടെ ആവേശം. സ്നേഹമുള്ളവരെ, ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയാം. ഈ കൊന്ത നമസ്കാരവും നമ്മുടെ ക്രൈസ്തവ പാരമ്പര്യം തമ്മിലുള്ള ആഴമായ ബന്ധമുണ്ടല്ലോ, അനിതര സാധാരണമായിട്ടുള്ള ആത്മബന്ധമുണ്ടല്ലോ. ആ ആത്മബന്ധമാണ് നമ്മെ വഴി നടത്തിയിട്ടുള്ളത്. കേരളത്തിൽ ഇപ്പോൾ കൊടുങ്കാറ്റല്ലേ, സഭയ്ക്കെതിരെ, സഭയുടെ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരെ, സഭയുടെ സ്ഥാപനങ്ങൾക്കെതിരെ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഏത് കൊടുങ്കാറ്റടിച്ചാലും തളരാതെ മുന്നോട്ട് പോകാൻ കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്കുള്ള ഏക കൈത്താങ്ങ് ഈ കൊന്തയാണെന്ന് നിങ്ങൾ മറക്കരുത്. പരിശുദ്ധ അമ്മയോട് വൈകാരികമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. അമ്മ എന്ന വാക്കിന് അർത്ഥം ഡിക്ഷണറിയിൽ പ്രസവിച്ച സ്ത്രീ എന്നാണ്. ഒരു സ്ത്രീയെ നോക്കിയിട്ട്, ഒരു അമ്മയെ നോക്കിയിട്ട് ആർക്കെങ്കിലും അമ്മ പ്രസവിച്ച സ്ത്രീയാണെന്ന് പറയാൻ പറ്റുമോ? അമ്മയും മക്കളും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ നേർക്കാഴ്ചകൾ വാക്കുകൾ കൊണ്ട് നമുക്ക് വിവരിക്കാൻ കഴിയാത്തതാണ്. അമ്മ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളോട് പറയട്ടെ, വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയാത്ത മനസ്സിൻ്റെ വികാരമാണ് അമ്മ എന്ന വാക്കിൻ്റെ അർത്ഥം. അമ്മ എന്ന വാക്കിൻ്റെ അർത്ഥം വാക്കുകൾക്കുള്ളിലെ നിങ്ങൾ ഉൾക്കൊള്ളിച്ചാലേ ആ ഉൾക്കൊള്ളിക്കുന്ന ആശയം അമ്മയ്ക്ക് ഒരിക്കലും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. അമ്മയും മക്കളും തമ്മിലുള്ള ഹൃദയബന്ധം അത്രയ്ക്ക് വികാരപരമാണ്. ഞാനിങ്ങനെ വികാരപരമായിട്ട് അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലർക്കൊക്കെ തോന്നുമായിരിക്കാം, പ്രൊട്ടസ്റ്റന്റുകാർ പറയുന്നത് സത്യ, പരിശുദ്ധ കന്യകാമറിയവും കത്തോലിക്ക സഭയും തമ്മിലുള്ള ബന്ധം അമ്മയും മക്കളും തമ്മിലുള്ള വികാരപരമായിട്ടുള്ള ഒരു ബന്ധം മാത്രമാണ്. അല്ല. വത്തിക്കാൻ സൂനകദോസ് പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചുള്ള അതിൻ്റെ പഠനങ്ങൾ ഉൾക്കൊള്ളിക്കാൻ സ്ഥലം തപ്പിയപ്പോൾ സഭാപിതാക്കന്മാർ ഒറ്റ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചുള്ള സഭയുടെ പഠനങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളേണ്ടത് സഭയുടെ പ്രമാണരേഖയിലാണ്. ലൂമൻ ജെൻസിയും സഭയുടെ പ്രമാണരേഖ, സഭ എന്താണെന്ന് വിശുദ്ധമാക്കുന്ന പ്രമാണരേഖയിലെ
8-ാമത്തെ അധ്യായം കന്യകാമറിയത്തെക്കുറിച്ചുള്ള പഠനങ്ങളാണ്. വെറും വികാരപരമായിട്ടുള്ള ഒരു ആവേശം മാത്രമല്ല പരിശുദ്ധ അമ്മയോട് സഭയ്ക്കുള്ളത്. സഭയ്ക്ക് അമ്മയോടുള്ള ആവേശം തീർത്തും ദൈവശാസ്ത്രപരമായി വിശുദ്ധ ഗ്രന്ഥാടിസ്ഥാനം ഉള്ളതാണ്. വത്തിക്കാൻ സുഗനകദോസ് 8-ാമത്തെ അധ്യായത്തിലെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്ന നിർണായകമായിട്ടുള്ളൊരു പ്രയോഗം, വളരെ ദൈവശാസ്ത്രപരമായിട്ടുള്ളൊരു പ്രയോഗം, എനിക്ക് തോന്നുന്നു കത്തോലിക്കരെ പരിശുദ്ധ അമ്മയോട് കാണിക്കുന്ന ആവേശത്തിൻ്റെ മുഴുവൻ അടിസ്ഥാനമാണ്. വത്തിക്കാൻ സുഗനകദോസ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്ന ഇപ്രകാരമാണ്: ദ ഫസ്റ്റ് ഡിസൈപ്പിൾ ആൻഡ് ദ ബെസ്റ്റ് ഡിസൈപ്പിൾ. പരിശുദ്ധ കന്യകാമറിയം ഈശോയുടെ ആദ്യത്തെ ശിഷ്യത്വത്തിൻ്റെ ഉടമയാണ്. ആദ്യത്തെ ശിഷ്യത്വം അമ്മയിലാണ്. അമ്മ ശിഷ്യനെ നേടിയെടുക്കാവുന്ന വിശുദ്ധി, അതിൻ്റെ പരിപൂർണതയിലെ നേടിയെടുത്ത വിശുദ്ധയാണ്. ദ ഫസ്റ്റ് ഡിസൈപ്പിൾ, ദ ബെസ്റ്റ് ഡിസൈപ്പിൾ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ വിശ്വാസ തീർത്ഥാടനം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അമ്മയുടെ ആധ്യാത്മികത വളരെ വ്യക്തമാണ്. അമ്മയുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ നാൾ വഴികൾ നിങ്ങൾ പരിശോധിക്കുമ്പോൾ അത് ആരംഭിക്കുന്നത് നസ്രസിലെ മംഗളവാർത്തയിലാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 29 തുടങ്ങിയുള്ള തിരുവചനങ്ങൾ. മംഗളവാർത്തയിലാണ് അമ്മ ദൈവത്തിലാൽ വിളിക്കപ്പെടുകയും തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നത്. ഗബ്രിയേൽ മാലാഖ നസ്രസിലെ കൊച്ചു വീട്ടിൽ അമ്മയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് അമ്മയോട് പറഞ്ഞു: നന്മ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. അമ്മ ചോദിച്ചു, എന്തിനാ? മാലാഖ തുടർന്ന് പറഞ്ഞു, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. അമ്മ ചോദിച്ചു, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. മാലാഖ പറഞ്ഞു, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ ആവസിക്കും. നീ ഗർഭം ധരിക്കുന്ന ശിശു ദൈവത്തിൻ്റെ കുഞ്ഞാ, അത്യുന്നതൻ്റെ പുത്രനാ, ദാവീദിൻ്റെ സിംഹാസനാവകാശിയാ. അമ്മ മറുപടി പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ ദൈവവിളിയുടെ ഏറ്റവും സംക്ഷിപ്തമായിട്ടുള്ളൊരു ചിത്രമാണിത്. വിളിക്കുന്നു, അമ്മ കീഴടങ്ങുന്നു. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ പ്രത്യാശയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ചാക്രിക ലേഖനം, സ്പെസാൾവി എന്ന ചാക്രിക ലേഖനം, ആ ചാക്രിക ലേഖനത്തിൻ്റെ അവസാനത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള അവസാനത്തെ ഒരു ഖണ്ഡികയുണ്ട്. പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് മാർപ്പാപ്പ പറയുന്നത്, പുതിയ നിയമത്തിലെ സ്ത്രീ പഴയ നിയമത്തിലെ സ്ത്രീയിൽ നിന്ന് 3 കാര്യങ്ങളിൽ വ്യത്യസ്തയാണ്. പഴയ നിയമത്തിലെ സ്ത്രീയും പുതിയ നിയമത്തിലെ സ്ത്രീയും തമ്മിൽ 3 വലിയ വ്യത്യാസമുണ്ട്. പഴയ നിയമത്തിലെ സ്ത്രീ ഹൗവ, പുതിയ നിയമത്തിലെ സ്ത്രീ മറിയം. 3 വ്യത്യാസം ഇതാണ്. പഴയ നിയമത്തിലെ സ്ത്രീ സംസാരിച്ചത് പിശാചിനോടാ, പുതിയ നിയമത്തിലെ സ്ത്രീ സംസാരിച്ചത് ദൈവത്തോടാ. പഴയ നിയമത്തിലെ സ്ത്രീ തെരഞ്ഞെടുത്തത് സ്വന്തം തന്നിഷ്ട, പുതിയ നിയമത്തിലെ സ്ത്രീ തെരഞ്ഞെടുത്തത് തമ്പുരാൻ്റെ ഇഷ്ടമാണ്. പഴയ നിയമത്തിലെ സ്ത്രീ പ്രസവിച്ചത് മരണമാണ്, പുതിയ നിയമത്തിലെ സ്ത്രീ പ്രസവിച്ചത് ജീവനാണ്. പഴയ നിയമത്തിലെ സ്ത്രീ, പുതിയ നിയമത്തിലെ സ്ത്രീ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ സംസാരിച്ചത് ദൈവത്തോടാ. ദൈവത്തോട് ദൈവത്തെ കേൾക്കുന്നവർക്കാണ് ദൈവത്തിൻ്റെ വിളി കിട്ടുക. പരിശുദ്ധ അമ്മ ലൂക്കായുടെ സുവിശേഷത്തിലെ ദൈവത്തിൻ്റെ വിളിയുടെ 1-ാം തരം ഉദാഹരണമാണ്.